ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ വലിയൊരു റെസ്പെക്ട് ഇല്ല. പണി നൈസായിട്ടൊന്ന് പാളി ഗൈസ്. എന്റെ ഫ്രണ്ടിൽ ബ്രോക്കൺ ട്രെയിൽ ഉണ്ട്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ബാക്ക്. കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്, 2 ആഴ്ചയായി. വേറെ ഒന്നുമല്ല, കണ്ടന്റ് ക്ഷാമം. രണ്ടാമത്തെ കാര്യം, കുറച്ച് പേഴ്സണൽ റീസൺസ് ആയിട്ട് കുറച്ച് ബിസി ആയി പോയി. അപ്പോൾ എങ്ങനെ, എനിവേസ് വി ആർ ബാക്ക്. ഇന്നത്തെ വീഡിയോ, ഇന്ന് നമ്മൾ VRRail ട്രാവൽ ചെയ്യണം. കാനഡയിലുള്ളവർക്ക് അറിയായിരിക്കും എന്താ VRRail എന്ന്. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ പോലെ കാനഡയുടെ ഹോൾ കൺട്രി അക്രോസ് പോകുന്ന ട്രെയിനാണ് VRRail. ഭയങ്കര ഇച്ചിരിയോടെയും ഒരു ഈസി വേ ഓഫ് കമ്മ്യൂട്ടിന് വേണ്ടിയിട്ടല്ല ഇവിടെ ഉള്ള ഒരു ട്രെയിൻ ഉപയോഗിക്കുന്നത്. ഒരു ലക്ഷറിയസ് വേ ഓഫ് ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. പക്ഷെ എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഞാനിത് ആദ്യമായിട്ടാണ് VRRail ട്രാവൽ ചെയ്യാൻ. നമ്മൾ ആക്ച്വലി ടൊറൻറ്റോ ടു വാൻകൂവർ ഒന്നും ചെയ്യല കേട്ടോ. നമ്മൾ ജാസ്പർ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ടൗണിൽ നിന്ന് ഹിൻറ്റൺ എന്ന് പറഞ്ഞൊരു ടൗണിലോട്ട്, തൊട്ടടുത്ത 2 ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. 2 മണിക്കൂറായിട്ട് ട്രാവലുള്ളൂ. ഭയങ്കര ക്വിക്കായിട്ട് തീരും. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എക്സ്ട്രോവേർട്ട് മല്ലോ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഗൈസ്. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിൽ ഡു പെർഫ്യൂം ഓഫ് ദി ഡേ. ഇന്നത്തെ പെർഫ്യൂം ഒരു ലേഡീസ് പെർഫ്യൂമാണ്. ക്ലോയി എന്ന് പറയും. ഇതെൻ്റെ ലേഡീസ് പെർഫ്യൂം സജസ്റ്റ് ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞു. എൻ്റെ ഒരു കസിനൊക്കെ പറഞ്ഞാൽ ഒരു ലേഡീസ് പെർഫ്യൂം പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ക്ലോയി ഹെറിഗോ. അടിപൊളി പെർഫ്യൂമാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് അവൻ്റെ ഗേൾ ഫ്രണ്ടിന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ അടിച്ചു പറ്റിയതാണ്. ഇത് എനിക്ക് കിട്ടിയത് ആക്ച്വലി അപർണ തോമസിൻ്റെ ഒരു വീഡിയോയിൽ പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് പെർഫ്യൂം ക്ലോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി മണമാണ്. ലിച്ചിയുടെയൊക്കെ ഒരു നോട്ട്സ്, നമ്മുടെ ഇപ്പം എങ്ങനെ പറയുക, ഒരു ഫ്രൂട്ടി സ്മെൽ, അങ്ങനത്തെ ഒരു മണം. ലേഡീസിനെ പറ്റൂ, ജെൻസിന് നോ. ജെൻസ് പെർഫ്യൂം അല്ല. 50 ml ബോട്ടിലാണ് ഞാൻ കണ്ടോളൂ. അതിനേക്കാൾ വലുതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ ഗേൾ ഫ്രണ്ടിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ക്ലോയി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ബാക്ക് ടു ദ വീഡിയോ. സ്റ്റെപ്പൊക്കെ ഉണ്ട് ഗൈസ്. Toronto. While traveling on Canadian, our crew is responsible for your safety and well-being. Unsafe or disrespectful behavior toward passengers and crew members. അപ്പോൾ എന്തായാലും ഓൺ ബോർഡ് ചെയ്തു. 12:30-ക്കാണ് ട്രെയിൻ. ഇപ്പം തന്നെ ഇവിടെ നിന്ന് എടുക്കും. ഞാൻ നേരെ ഒന്ന് കയറുമായിരുന്നു. അപ്പോൾ അവിടെ ചെക്കിനൊന്നും ഉണ്ടായില്ല. എൻ്റെ അടുത്ത് ടിക്കറ്റ് ഇല്ലെന്ന് ചോദിച്ചു. ഇതേ പോവാണ്, അങ്ങനെ കയറിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് ആ കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോറി അബൌട്ട് ദാറ്റ്. പക്ഷേ ഇതാണ് ട്രെയിൻ. ഒരുപാട് പോപ്പുലേറ്റഡ് ഒന്നുമല്ല, വളരെ കുറച്ച് ആളുള്ളൂ. സീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നുള്ള പൈസ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പറയാം. യെസ്, അപ്പം ഉണ്ടല്ല, നമ്മൾ പുഷ് ബാക്ക് സീറ്റ് ഉണ്ട്. പുഷ് ബാക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഭയങ്കര ലെഗ് റൂം. അതായത് നല്ല ലെഗ് റൂം ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂം. Welcome aboard. Thank you. So you have bathrooms at either ends. The water out of every tap you can drink. So if you have a water bottle, then you have the dome car. You can go up there. This will always be your seat as well. Cool, gotcha. But it's come and go as you want up there. And if you want a drink or coffee or anything, it's in that car as well. So Sounds good. Thank you. any other questions? No, that's all. How long is it doing? It'll be just over an hour. Over an hour. Yeah, Cool. next stop. So I'll no matter what, I'll come find you about 10 minutes before. Okay. Sounds great. Thank you. Okay, Appreciate great. that. Enjoy. Bye. Thank you. Mountain time. ട്രെയിൻ എടുത്തു മൂവ് ചെയ്ത് തുടങ്ങി. ഭയങ്കര ഫണ്ണാട്ടോ. പക്ഷേ വൺസ് ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ടോ. ബാക്കിലാണ് സീനറീസും ട്രെയിനിൻ്റെ എക്സിറ്റ് ലൈൻസ്. ഇപ്പം എന്താ അതിന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് കണ്ടില്ല. പക്ഷെ അത് നൈസാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ ട്രെയിനിൽ പോകുമ്പോൾ ഇത് നമ്മുടെ അധികം പാസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. സോ ഇറ്റ്സ് ഫൺ. നമുക്ക് ഏത് സീറ്റ് വേണമെങ്കിലും എടുക്കാം. 9A ആണ് എൻ്റെ സീറ്റ്. 9B ബിയിലാരും വന്ന ഗ്ലാസ് ഓഫ് നോ വന്നാൽ നമുക്ക് മാറിയിരിക്കാം. വേറെ ഏതെങ്കിലും വിൻഡോ സീറ്റ് ഉണ്ട്. പക്ഷേ വേറെ വിൻഡോ ഉണ്ട്. എനിക്ക് വലിയത് ഈ വിൻഡോ തന്നെ ഹ്യൂജ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആക്ച്വലി കമ്മ്യൂട്ടിന് വേണ്ടിയിട്ടല്ല. പക്ഷെ ഇതെന്താ പറയുക, ഇതിന് ഒരു പ്ലഷർ ട്രിപ്പ് എന്നൊക്കെ പറയില്ല. അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ഡിസൈനിങ് മൊത്തം. ഫ്രഞ്ചിലും നമ്മുടെ അനൗൺസ്മെന്റ് ഉണ്ട്. Look at those mountains here. Durant votre voyage à bord du Canadien, notre personnel est responsable de votre sécurité et de votre bien-être. L'exploitation dangereuse et l'instabilité envers les passagers ou les passagers ne sera en aucun cas toléré.
Juste avant de partir, nous aimerions attirer votre attention sur nos directives de sécurité à bord. വേറൊരു മണ്ടത്തരം പറ്റി. ആക്ച്വലി അപ്പുറത്തെ സൈഡിലായിരുന്നു കുറച്ചുകൂടെ വ്യൂ ഉള്ള മൗണ്ടെയിൻസ് ഒക്കെ വരാം. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിൽ വന്നിരുന്നു ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇരിക്കേണ്ടതായിരുന്നു. പിന്നെ ഫ്ലൈറ്റ്സിലുള്ള പോലെ തന്നെ ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ ഒരു ടേബിളാക്കാം. ലാപ്ടോപ്പ് ടേബിൾ, ഫുഡ് വയ്ക്കാനുള്ള ടേബിൾ, ഫുഡ് മെനു ഉണ്ട്. ഇതാണ് ഫുഡ് മെനു. നമ്മളെന്തെങ്കിലും ട്രൈ ചെയ്യും എന്തായാലും ഫോർ ഷുവർ. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ കാനഡയിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം ഫ്രഞ്ചിലും ഉണ്ടാവും. പിന്നെന്തുള്ള അപ്പം ഇതാണ് ഇവിടുത്തെ ലോഞ്ച് കേട്ടോ. ഇവിടെ ഇച്ചിരിയോടെ വെച്ചാൽ സംസാരിക്കാം. സോറി, ഐ എം ജസ്റ്റ് റെക്കോർഡിങ്. ഇതാണ് ഇവിടുത്തെ ലോഞ്ച് കേട്ടോ. ഇവിടെ ഇച്ചിരിയോടെ വെച്ചാൽ സംസാരിക്കാം. ഫുഡ് കഴിക്കാനുള്ള സ്ഥലം താഴത്തേക്ക് വരും. അത് ഇവരുടെ എംപ്ലോയീസിൻ്റെ ഉള്ള സ്പേസ് ആണ്. സ്റ്റെപ്പ് കയറി Hey. I'm moving on your way. Good, how are you? Oh, thanks. Oh yeah. Look at this mountains. അപ്പോൾ യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ ലക്ഷറീസ് ആണ് ട്രെയിൻ. ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. അതായത് ഗ്ലാസ് ടോപ്പുള്ള ഇവിടെ ഒരാളുടെ അടുത്ത് ഇത് പ്ലേ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പ്ലേ ചെയ്യാന്ന് പറഞ്ഞു. Take your time, no issues. I'm in no rush. Where are you traveling to? I'm going to Winnipeg. Winnipeg? Oh, okay. Oh, I'm just going to Hinton. I'm from Jasper. Yes. നമ്മച്ചക്കൂട്ടല്ല ഇവിടുത്തെ കിച്ചൺ ഉണ്ടോ, എന്ത് കുഞ്ഞു കിച്ചൺ. ഇതാണ് ഇവിടുത്തെ ഐ മീൻ ഇവർക്കുള്ള കിച്ചൺ. സ്റ്റാഫിനുള്ളതല്ല, നമുക്കുള്ള കിച്ചൺ. Cool. What's your name, sorry? Cam? Hey, Akhil. Nice to meet you, man. Cool. So this is the menu out here. ട്രെയിനിൽ കയറി ആദ്യം നമ്മൾ റിവ്യൂ ചെയ്യേണ്ട സാധനം വേറെ ഒന്നാണല്ലോ, വാഷ്റൂം നോക്കാം. വാഷ്റൂം, സിങ്ക്, ഇവിടെ ഒരു മിറർ ഉണ്ട്, ലൈറ്റ്, ഹാൻഡ് വാഷ്, ടിഷ്യൂസ്, ക്ലോസറ്റ്. ഇതെന്താണോ ഫ്യൂസ്. നൈസ് വാഷ്റൂം. പണി നൈസായിട്ടൊന്ന് പാളി ഗൈസ്. 1.5 മണിക്കൂറിൻ്റെ ട്രിപ്പ് മിക്കവാറും ഇപ്പോൾ ഒരു 10 മണിക്കൂർ എടുക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൽ ബ്രോക്കൺ റെയിൽ ഉണ്ട്. ബ്രോക്കൺ റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽ പാളമ വിള്ളൽ. അത് കാരണം ട്രെയിൻ ഇപ്പോൾ പോവില്ല. എനിക്കാണെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ജോലിയുണ്ട്. ശരി, 4 മണിക്ക് ഹിൻഡൺ എത്തില്ലെങ്കിൽ ഞാൻ പണി മൊത്തം പാടും. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇങ്ങനത്തെ ഒരു പണി ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. കൊണ്ടോ ദൈവമേ. ഓക്കെ ഗൈസ്, അപ്പം ഇന്നൊരു വൃത്തികെട്ട ദിവസമാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു 4-5 മണിക്കൂർ ഇവിടെ പെട്ട് കിടന്നു. എല്ലാ റെയിൽവേ ഇങ്ങനെ തന്നെയാണ്. റെയിൽവേസ് ഡിലേ വരുന്നത് സാധാരണ. ട്രെയിൻ അറ്റ് ലാസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം പറയണമെന്ന് കരുതത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. ഒരു കനേഡിയൻ ആയിട്ടുള്ള ലേഡി എടുത്തിട്ടേക്കുന്ന വീഡിയോ ആണ്. കനേഡിയൻ ആണെന്ന് തോന്നും. ഇനി മദാമയാണ് ഓക്കെ. അപ്പൊ ആള് ഒരു വീഡിയോ എടുത്തിട്ടേക്കാണ്. അപ്പൊ ആ വീഡിയോയിൽ ആളുടെ ഫേസ് കാണിക്കുന്നത്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ക്ലിയർ. ട്രെയിനിലോ ബസ്സിലോ അങ്ങനെ എന്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ നമുക്ക് ഭയങ്കരമായിട്ട് മലയാളം പാട്ട് ഒച്ചയിൽ കേൾക്കാം. വെണ്ണില ചന്ദനക്കെണ്ണായിരുന്നു എന്ന് തോന്നുന്നു. Guys, I'm on the GO train. Don't ask me why. I'm playing Indian music on the speakers. No wonder why people get annoyed. No, because it's actually so loud too. Like I can hear it through my. ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒന്ന് ഒറ്റയ്ക്കിരുന്ന് വേറെ ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ പബ്ലിക് സ്പേസിൽ പറ്റുവാണെങ്കിൽ, നമ്മളിപ്പോ കാനഡയിലുള്ളവരാണെങ്കിൽ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനെ അറിയാൻ പറ്റുമായിരിക്കും, നമ്മള് കാനഡയിലുള്ളവർ തന്നെ
ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഭയങ്കര ഒരു മോശമായ രീതിയിൽ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ നേരത്തെ വന്ന് അവരിവിടെ കാട്ടിക്കൂട്ടിയ കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക്, ഇവിടെ ഉള്ളവർക്ക് നമ്മൾ ഇന്ത്യക്കാരോട് വലിയൊരു റെസ്പെക്റ്റ് ഇല്ല. സോ അതൊന്ന് മനസ്സിലാക്കുക, അതൊന്ന് ആലോചിച്ച് ചെയ്യുക. എന്ത് ചെയ്യുന്നതിന് മുന്നേ ഇതൊരു റിക്വസ്റ്റ് ആണ്, അഡ്വൈസ് ഒന്നല്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈക്ക് എൻ അഡ്വൈസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഞാൻ ഇവിടെ താമസിക്കുന്ന ഒരാളാണ്, ഞാൻ കുറെ നാളായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ്. സോ എന്നെ ഇവിടെ ഉള്ള ഒരാൾ അങ്ങനെ നോക്കി കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയോട് ഇങ്ങനെയോട് തേക്കിനും ഭംഗിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പം നന്നാക്കണമല്ലോ. നമ്മളൊരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ നാട്ടിൽ ചെയ്തുകൊണ്ട് ചെയ്യാനാണെങ്കിൽ പിന്നെ ഈ രാജ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? സോ മലയാളികളോടാണ് എൻ്റെ വീഡിയോസാണ്, എത്ര മലയാളീസ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നവർ എഗെയിൻ നമ്മൾ വൈബ് ചെയ്യണം, ചില്ല് ചെയ്യണം, അതൊക്കെ സംഭവിച്ചു. പക്ഷെ ചില പോയിന്റിൽ ഇറ്റ്സ് ഓവർ എന്ന് തോന്നൂലേ? ഇവിടുത്തെ ആൾക്കാർ നോക്കി അവരാരും നമ്മൾ ആരുടെയും കാര്യത്തിൽ ഇടപെടാറില്ല, നമ്മളൊരു രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യാറില്ല. സോ ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഗെയിൻ ഇതൊരു അഡ്വൈസ് അല്ല, റിക്വസ്റ്റ് ആണ്. നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയിപ്പിക്കണേ. അല്ലെങ്കിൽ തന്നെ ഇന്ത്യൻസിന് അങ്ങനത്തെ ഒരു ചീത്തപ്പേരുണ്ട്. കാണുന്ന മരങ്ങളൊക്കെ കണ്ടോ? അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. കഴിഞ്ഞ സമ്മറിൽ ജാസ്പറിൽ ഫയറായിപ്പോൾ കത്തിപ്പോയതാണ്. ഇച്ചിരി ഡ്രാസ്റ്റിക് ഫയർ ആയിരുന്നു. ഇപ്പം കാണുമ്പോൾ നമുക്ക് ഉണങ്ങി കരിഞ്ഞിരിക്കണ പോലെ തോന്നും. ആലോചിച്ച് നോക്കി, ഇത് മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു സമയം. ഫോറസ്റ്റ് ഫയർ ആക്ച്വലി നോർത്ത് അമേരിക്കയിൽ ഭയങ്കര കോമൺ ആണ്. പക്ഷേ ഇവിടെ നടന്നത് ഇച്ചിരി ബാഡായിരുന്നു. ടൗണിലോട്ടൊക്കെ പിടിച്ചു. ഇപ്പം നമുക്കറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഫയർ ഇത്തിരി ബാഡായിരുന്നു. ഫയർ സർവൈവ് ചെയ്ത ഒരാളാണ് ഞാൻ. യെസ്, കഴിഞ്ഞ സമ്മറിൽ ഒരു ദിവസം രാത്രി എല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. തിരിച്ചു വന്നപ്പോൾ എല്ലാം കത്തിക്കിടക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇരുന്നിരുന്നേ ടയേർഡായി, ബസ്സിന് പഠിക്കും. ഇച്ചിരി ഫുഡ് കഴിക്കാതെ വിചാരിച്ചു. നമുക്ക് പോയി മെനുവിലും തള്ളി നോക്കാം. നോക്കി ഓൾറെഡി ചീസ് ബർഗർ കിട്ടുമെന്ന് പറയാൻ വേണ്ടി ഇതാട്ടോ ബോഗിയുടെ കണക്ഷൻ. കുലുങ്ങണം, പേടി വേണം കുലുങ്ങുമ്പോ. യെസ്, ചീസ് ബർഗർ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പൊ ബർഗർ കിട്ടി. ഇതാണ് യൂഷ്വൽ റെഗുലർ ഒരു ബർഗർ. ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യരുത്, കാരണം ഇവർ 5 day ട്രിപ്പ് ആയിരുന്നു. ഇവർക്ക് കിച്ചൺ കുഞ്ഞു കിച്ചൺ അല്ലേ, ഇവർക്ക് 5 day ട്രിപ്പ് ആയിരുന്നു. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ഫുഡുകൾ എടുത്തു വയ്ക്കും. ആക്ച്വൽ മീലുകളുടെ സമയത്ത് ഇപ്പോൾ ലോങ് ഫ്ലൈറ്റ്സ് ലോങ് ട്രിപ്സ് ബുക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് വേറെ മീൽ മെനു ഉണ്ടാവും. അപ്പം അവർ വന്ന് ആ കറക്റ്റ് ഫുഡ് കഴിക്കേണ്ട ടൈമിൽ അവർക്ക് വേറെ ഫുഡ് ഉണ്ടാവും. അപ്പം നമ്മൾ 1 hour ആയ കാരണം നമുക്ക് സ്നാക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ പൈസ കൊടുത്ത് വന്നു. അവരുടെ ടിക്കറ്റിലൊക്കെ ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി, ഇത് ഇറങ്ങുവാണ്. Thank you. Thank you so much. Really appreciate that. Oh, thank you. Height ഉണ്ട് ഇവിടുത്തെ, height ഉണ്ട് ഈ സാധനം. അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്രയാവുകയാണ് ഓൾ ദ വേ ടു ടൊറന്റോ. അപ്പൊ ട്രെയിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചതേ കാറി കയറി. ഡ്രൈവർ സുഖനെ പോസ്റ്റ് ആക്കി കേസ്. അവള് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഞാൻ കുറച്ചു നേരം തണുപ്പത്തൊക്കെ നിന്നു. ഇന്ന് ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. ഈ ആഴ്ച ഫുൾ ഇവിടെ തണുപ്പാണ്. ഇവിടെ -35 ഒക്കെ പോയിരുന്നു ഈ ആഴ്ച. സോ കാനഡയിലുള്ള എല്ലാവരും ഞാൻ നടക്കുന്ന പോലെ നടക്കരുത്. ലെയറപ്പൊക്കെ ചെയ്ത് ഇച്ചിരി തെർമൽസൊക്കെ ഇട്ട് തണുപ്പൊക്കെ ഒന്ന് റെസിസ്റ്റ് ചെയ്ത് നടക്കണം. പ്രത്യേകിച്ച് പുറത്തേക്ക് നടക്കുന്നവർ, പുറത്ത് വർക്ക് ചെയ്യുന്നവർ, ട്രാൻസിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ. സോ യെസ്, തണുപ്പ് അത്ര നല്ലതല്ല, നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ഓവറോൾ വീഡിയോയുടെ സജഷൻസ് എങ്ങനെയുണ്ട്? വീഡിയോ
മാറ്റങ്ങൾ ചെയ്യേണ്ട സബ്ജക്റ്റ് പുതിയ ഏത് സബ്ജക്ട്സ് വരാണെങ്കിൽ അല്ലെങ്കിൽ ഏതിൽ കണ്ടന്റ് വരാണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് പേഴ്സണൽ DM ചെയ്യുക, അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരാണ് എന്നെ വിളിച്ച് പറയുക, അറിയാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വിൽ ഡു ഇറ്റ് ഫോർ ഷുവർ. കുറേ സജഷൻസ് വന്നു, ഓരോന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ ജോലിയും കൂടെ ചെയ്യുന്ന കാരണം ഇച്ചിരി പാടാണ് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ. ബട്ട് എനിവേസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഡിസ്ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്തേക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരെ ടാറ്റാ.